ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ മുന്നിലേക്ക് തന്നെ പോവുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം നിയമ നടപടികളിലേക്ക് കടക്കുന്നു. പോക്സോ സ്വഭാവമുള്ള വെളിപ്പെടുത്തലിൽ നേരിട്ട് കേസെടുക്കാൻ തീരുമാനം. ഗൗരവ സ്വഭാവമുള്ള മറ്റ് 20 മൊഴികളിൽ വീണ്ടും പരാതിക്കാരെ കാണുന്നതായിരിക്കും. അനന്തകൃഷ്ണൻ തന്നെയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. അനന്തൻ, എങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ? പൂജ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയ പ്രത്യേക സംഘത്തിന്റെ പ്രധാനപ്പെട്ട യോഗം ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നു. ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് ഈ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്തു. ക്ഷമിക്കണം. യോഗത്തിന്റെ തീരുമാനമനുസരിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൊഴികളുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് കടക്കാം എന്നുള്ളൊരു തീരുമാനമാണ് ഉദ്യോഗസ്ഥർ എടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ മൊഴികൾ ക്രോഡീകരിക്കും. അതിനൊപ്പം തന്നെ ഇതിൽ പോക്സോ സ്വഭാവമുള്ള വെളിപ്പെടുത്തലുകൾ ആ മൊഴികളിൽ ഉണ്ട് എന്ന് അന്വേഷണ സംഘം വിലയിരുത്തിയിട്ടുണ്ട്. അത്തരം മൊഴികളിൽ വീണ്ടും ആ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഞാനൊന്ന് ഇടപെടുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്തോ വല്ലാത്തൊരു നോയ്സ് കയറുന്നുണ്ട്. അതെന്താണ് എന്നൊന്ന് പരിശോധിക്കാൻ അതിലേക്ക് എത്താം. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളിലേക്ക് കൂടുതൽ കടക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം നിയമ നടപടികളിലേക്ക് പോകുന്നു. പോക്സോ സ്വഭാവമുള്ള വെളിപ്പെടുത്തലിൽ നേരിട്ട് കേസെടുക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ വരുന്നത്. ഒപ്പം ഗൗരവ സ്വഭാവമുള്ള മറ്റ് 20 മൊഴികളിൽ വീണ്ടും പരാതിക്കാരെ കാണുന്നതായിരിക്കും. ഇങ്ങനെയുള്ള നീക്കങ്ങളാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.